ഹലോ ഗൈസ്, നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഗൈസ്, നമ്മള് ഇന്ന് അടുത്തൊരു മൂവി റിവ്യൂ ആയിട്ട് വന്നിരിക്കുകയാണ്. നമ്മളെ ഓജി എന്നെ പറയുമെന്ന് അപ്പൊ നമ്മള് ഓജി സിനിമ കാണാൻ വന്നതാണ്. ഒരു തെലുങ്ക് സിനിമ കാണാൻ വന്നതാണ്. ദേ കോൾ ഹിം ഓജി. പവൻ കല്യാണിന്റെ ഒരു സിനിമ കാണാൻ വന്നതാണ്. അപ്പൊ ഗൈസ്, നമ്മള് പടം കണ്ടിട്ട് എങ്ങനെയുണ്ട്, റിവ്യൂ എങ്ങനെയുണ്ടെന്നൊക്കെ പറയാം. അപ്പോൾ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. വീഡിയോ 5-6 പേരൊക്കെ കാണുന്നുള്ളൂ. ഇല്ലില്ല, വീഡിയോ ഒക്കെ വരും. അതിൽ 5-6 പേരെ കാണുന്നുള്ളൂ. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. നിങ്ങൾ ലൈക്ക് ഒക്കെ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ഇനിയും വീഡിയോ ഇടാനുള്ള ഊർജ്ജം കിട്ടും അല്ലേ? അപ്പോൾ ഇല്ലില്ല, എന്ത് ജാമ എന്ത് പോയി? അപ്പോൾ ഗൈസ്, നിങ്ങൾ വീഡിയോ എല്ലാം ലൈക്ക് ചെയ്യുക, കാണുന്നവര് സബ്സ്ക്രൈബ് ചെയ്യുക, അടിച്ചു പൊട്ടിക്കുക. നമ്മൾ ഇനി ഇങ്ങനത്തെ വീഡിയോ ഒക്കെ ഇടും. അപ്പം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക കാണുന്നവര് അല്ലേ? കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ കണ്ടിട്ട് ടോമിനെ നീ മുടി കിട്ടിയ ഇത് സൈഡ് എടുത്താ ഇല്ല നിന്റെ ഇത് കണ്ടിട്ടേ ഇല്ല, കഴിഞ്ഞ വീഡിയോ കണ്ടിട്ട് ചേട്ടൻ പറഞ്ഞ് അല്ലല്ല ഇവിടത്തെ എന്നിട്ട് റീൽ ലെവലിനാണ് കാണാൻ വന്നത്. കാവ്യോട് ഉണ്ട്. അപ്പൊ തന്നെ അതിന് സിനിമയെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞു. അപ്പോ അല്ല എന്താ എക്സ്പെക്ടേഷൻ എന്തെങ്കിലും ഉണ്ടോ? നമ്മള് ഞാൻ റിവ്യൂ ഒന്നും കണ്ടില്ല, ഞാൻ ട്രെയിലർ കണ്ടായിരുന്നു. ഇല്ല, റിവ്യൂ ഒന്നും കണ്ടില്ല. പടം നമ്മള് കണ്ടു കഴിഞ്ഞിട്ട് എങ്ങനെയുണ്ടെന്ന് പറയാം. ഗൈസ്, നമ്മള് ഓജി കണ്ടിറങ്ങി. ഗൈസ്, നമ്മളിപ്പോ ഗൈസ് അപ്പൊ നമ്മള് കാണാൻ 3 ദിവസം മുമ്പ് തെലുങ്ക് സിനിമ അറിയാലോ, ഒരു ഇടിക്കുകയാണെങ്കിൽ 10 ധരിച്ചു പോയില്ലേ, പ്ലസ് 200 പേര് ധരിച്ചു. കത്തി വീട്ടിൽ നിന്ന് എറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റേ UK ഫുൾ കറങ്ങിയിട്ട് ആൾക്കാരെ കിട്ടിയിട്ട് വളരെ സത്യമായ കാര്യമാണ്. അല്ല, നമ്മളെ എക്സ്പെക്ടേഷനിലാണ്ട് കണ്ടു കഴിഞ്ഞാൽ അടിപൊളി പടം. നടൻ കുഴപ്പമില്ല, നടൻ നടനൊരു ഉഷാറായില്ല. ആൾക്ക് ഇടിക്കുകയാണെങ്കിലും റൊമാൻസ് ആണെങ്കിലും എക്സ്പ്രഷനില്ല ആൾക്ക്. പിന്നെ നടീനെ കുറിച്ച് തന്നെ ആള് വന്നു. കഥയൊന്നും പറയണ്ട, എല്ലാം സ്പോയിലർ ആക്കില്ലേ. ഒരു വട്ടം കാണാനുള്ളോ? ഒരു വട്ടല്ല, ഗൈസ്, അപ്പോ എനിക്കെന്താ പറയാനുള്ളതെന്ന് വെച്ചാ, ഞാൻ എക്സ്പെക്ടേഷൻ ഒന്നും വെച്ചില്ല. ട്രെയിലറിൽ കണ്ട് വന്നു. അപ്പൊ പടം മെയിനായിട്ട് നീ പറയാനുള്ള പടം കൊള്ളാം. ഡയറക്ഷൻ, എടുത്തു വെച്ചിരിക്കുന്ന രീതി കൊള്ളാം. പിന്നെ VFX കുറച്ചും കൂടെ അവർക്കൊന്ന് ഇമ്പ്രൂവ് ആക്കാൻ. പിന്നെ മ്യൂസിക്, തമനാണ് മ്യൂസിക്. BGM കാരണമാണ് ഞാൻ സിനിമ കാണാൻ, BGM കേട്ടുകൊണ്ടാണ് സിനിമ കാണാൻ വരായിരുന്നത്. അപ്പത് ഞാൻ പറഞ്ഞു ചേട്ടനോട് പറഞ്ഞു BGM കണ്ട് ഞാൻ സിനിമയ്ക്ക് വന്നു. BGM കാണാൻ Spotify കണ്ടാ പോരെ. അപ്പൊ BGM കണ്ടിട്ടാണ് ഞാൻ സിനിമയ്ക്ക് ഇറങ്ങുന്നത്. BGM ഇറങ്ങിയായിരുന്നല്ലോ, പാട്ട് ഇറങ്ങിയായിരുന്നു. അപ്പം BGM കണ്ടിട്ടാണ് വന്നത്. പിന്നെ ഇത് നമ്മുടെ BGM എടുത്ത് തമനാണ് മ്യൂസിക് ഡയറക്ടർ. അപ്പൊ തമൻ എടുത്ത് വെച്ച് തമനെ മറ്റേ ദാക്കു മഹാരാജിനെ അറിയാം, മറ്റേ സിനിമ. സിനിമാർക്കൊന്നും അറിയില്ല ഗൈസ്. ഹണി റോസ് ഇട്ടിരുത്തും ചെയ്തില്ല തെലുങ്ക് പടം. അവന്റെ ദാക്കുമാര് അതിനകത്ത് ഈ മ്യൂസിക് ഡയറക്ടറാ. തമനയല്ല, അവന്റെ വേറെ ഒരു സിനിമ പറഞ്ഞ പാട്ടുള്ള
ചുമ്മാ ഒരു കഥ ഇറക്കി വിടും. തമ്മനാണെങ്കിൽ അറിയാം സോറി. ഇല്ലേ അപ്പൊ തമ്മനും ഷാജിയൊന്നുമല്ലേ തമ്മനും ഷാജി ഗൈസ്. അപ്പൊ എനിക്ക് പറയാനുള്ള ഈ പടം എല്ലാം സെറ്റ് പടം എടുത്തു വെച്ചിരിക്കുന്ന രീതിയും മ്യൂസിക്കും എഡിറ്റിങ്ങും എല്ലാം കൊള്ളാം. VFX കുറച്ചൊന്ന് ഇമ്പ്രൂവ് ആക്കാം. ആ ഗൈസ് ഈ ഇവൻ എന്റെ പേരെന്നായിരുന്നു നടന്റെ പേര് പറ. മറ്റവൻ പേര് പറ. ഓജി വാശി വാശി പറ പറ. പ്രഭാസോ? എടാ നമ്മള് കണ്ട സിനിമയുടെ ഇവന്റെ പേരെന്നാ? ഗൂഗിള് നോക്കാൻ പോവാ. മാക്സിമം ഇട്ടോ പിന്നെ 95 വയസ്സായിട്ട് പിന്നെ എന്ത് മാക്സിമം 95 ഇയാള് മാക്സിമം ഇട്ടു. നമ്മളെ സ്റ്റേജിൽ നമുക്ക് അത്ര പരിപാടി ഇറക്കിയാലും അത്രക്ക് തന്നെ. അപ്പം എനിക്ക് പറയാനുള്ളത് പുള്ളിയെ മാറ്റണമായിരുന്നു. ഇതിനകത്തിപ്പോ ഒന്നില്ല അല്ലു അർജുനോ രാംചരനോ പ്രഭാസോ ഇവര് 3 പേരിൽ ഒരാളായിരുന്നെങ്കിൽ സാർ ഈ പുള്ളിക്ക് ഇത് ബോഡി ലാംഗ്വേജ് ഈ സിനിമയായിട്ട് പറ്റുന്നില്ല. പിന്നെ അത് എനിക്ക് പേഴ്സണലായിട്ട് തോന്നിയാണ് ഈ ബോഡി ലാംഗ്വേജ് ഈ സിനിമയ്ക്ക് പറ്റുന്നില്ല. പുള്ളിക്ക് ക്യാരക്ടർ VFX കുറച്ചും കൂടി ഇമ്പ്രൂവ് ആക്കണം. ഇമോഷണൽ സീൻസ് ഒന്നും അത്യാവശ്യം കണക്ട് ആകുന്നില്ല. പിന്നെ നമ്മള് കണ്ട വ്ലോഗിടുന്ന കണ്ട എല്ലാരും നോക്കുന്നുണ്ട്, കണ്ട അവനൊക്കെ എന്നെ നോക്കുന്നു. ഇത് എന്തൊക്കെയാണ് VFX ശരിയാക്കണമായിരുന്നു. നടനെ പറ്റിട്ട് യാഷൊക്കെയായിരുന്ന അല്ലു രാംചരൻ അല്ലേ യാഷ്. യാഷിനെ പറ്റുള്ളൂ. അല്ല യാഷി മറ്റേ ജാക്കറ്റ് കിട്ട ആദ്യം 6 സ്കീം ഇതിലും ബോംബെ പോയിട്ട് ഇതൊക്കെ മറ്റേ സിനിമയില്ലേ മറ്റേതാണ് നീ പറഞ്ഞത് ബദ്രിനാഥ്. അത് ബദ്രിനാഥിന്റെ കാലത്ത്. ഇപ്പൊ കാലം മാറിയില്ലേ, ഇപ്പൊ പുഷ്പയാടാ പോയി. ഇത് അപ്പൊ ഗായ്സ് നമുക്ക് പറയാനുള്ളതാണ്ട് ബസ് കണ്ട ബസ് പോലെ നമുക്ക് പറയാനുള്ളത് എന്താന്ന് വെച്ചാല് നടനെ മാറ്റണം അല്ലേ? നടനെ മാറ്റിയിട്ട് അല്ലു അർജുൻ, നീ പറഞ്ഞ ഒരു അല്ലു അർജുൻ ആയിരുന്നാല് പിന്നെ VFXും കുറച്ചും കൂടെ സെറ്റ് ചെയ്യാനുണ്ടായിരുന്നു. ബോഡി സെറ്റ് പുള്ളിക്ക് പറ്റിയ ക്യാരക്ടർ അല്ലേ ഇത്. എനിക്ക് ആ പവൻ കല്യാണിയും ബാലയ്യനും ഒന്നും പേഴ്സണലായിട്ട് എനിക്ക് ഇഷ്ടമില്ല. ഇത് നമ്മുടെ 3 പേരുടെയും പേഴ്സണൽ ഒപ്പീനിയൻ കേട്ടോ. പിന്നെ എല്ലാവരുടെന്ന് വെച്ചാൽ കണ്ടവരുടെ കാണാത്തവരുടെ അപ്പൊ ഗൈസ് ഞാൻ മുടി വെട്ടിയായിരുന്നു കേട്ടോ. അപ്പൊ ഗൈസ് ഇത് എന്താ നമ്മള് പറഞ്ഞ പടം നിങ്ങൾ പോയി കാണ്, കണ്ടിട്ട് എങ്ങനെയാണെന്നൊക്കെ. പാട്ടിട്ടുണ്ട് മറ്റേ പെണ്ണിനെ മാറ്റിട്ട് മോനാക്കണമായിരുന്നല്ലേ? കല്യാണിനെ ചന്ദ്രയാക്കിട്ടാ. അപ്പൊ ഗായ്സ് എല്ലാരും പോയി പടം കാണാൻ പോയി പടം കണ്ടിട്ട് നിങ്ങളെ അഭിപ്രായം പറയാ. സെക്കൻഡ് പാർട്ടും പിന്നെ എല്ലാരും വീഡിയോ കാണുന്നവര് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പടം തീർന്നെന്ന് പറഞ്ഞിട്ട് എണീറ്റ് പോയില്ല. അത് കഴിഞ്ഞിട്ട് നമ്മളെ ഇതെല്ലാം ക്രെഡിറ്റ് സ്കോർ ഒക്കെ കഴിഞ്ഞിട്ട് ടൈലന്റ് അല്ല അതിന് പറയുന്ന ടൈലന്റ് എഴുതി കാണിക്കുന്നതിനൊരു പേര് പറയും. അതിനെന്താന്ന് എനിക്കറിയില്ല. എഴുതി കാണിച്ചിട്ട് അത് കഴിഞ്ഞിട്ടുണ്ട്. അത് നിങ്ങൾ കാണണം. എല്ലാവരും ഇറങ്ങിപ്പോയത്. പിന്നെ എല്ലാരും പോയി പടം കാണാം. അങ്ങനെ പറഞ്ഞില്ലതാ. അപ്പൊ നിങ്ങൾ പോയി പടം കണ്ടിട്ട് എങ്ങനെയുണ്ടെന്ന് അഭിപ്രായം പറയാം. ഒന്നും പറഞ്ഞ് സ്പോയിലാക്കാതെ പടത്തിന്റെ വീഡിയോ അടുത്ത വരും. അപ്പൊ ഗൈസ് ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്താണ്. എല്ലാരും പോയി വീഡിയോ ആണ്. സ്റ്റോറേജ് ഇല്ല നമുക്ക്. അപ്പൊ ഗൈസ് ഒരു മച്ചാനൊക്കെ കൂളായിട്ട് നടന്നു വന്ന്. അപ്പൊ ഗൈസ് നമ്മള് വീട്ടിലോട്ട് കണ്ട ടോമിന് പബ്ബി വരണം പറഞ്ഞിട്ട് നമ്മള് പബ്ബി വന്നിരിക്കുകയാണ്. അപ്പൊ ഗൈസ് എല്ലാരും പോയി നമ്മുടെ വീഡിയോ ലൈക്ക് ഷെയർ ചെയ്യേക്കാം. പിന്നെ ബെല്ലൈക്കനൊക്കെ അടിച്ചു പൊട്ടിക്ക്. അപ്പൊ ഗൈസ് അടുത്ത വീഡിയോ വരും. അപ്പൊ ബൈ.
ടിങ് ടിങ്